ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റഡി എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ദ കൺസെപ്റ്റ് ഓഫ് അർബനൈസേഷൻ ആൻഡ് ദ ഫാക്ടേഴ്സ് ലീഡിങ് ടു ഇറ്റ്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ ആദ്യം മനസ്സിലാക്കുന്നത് വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് അർബനൈസേഷൻ ആൻഡ് ദ ഫാക്ടേഴ്സ് ലീഡിങ് ടു ഇറ്റ്. അപ്പോൾ അർബനൈസേഷനിലേക്ക് നയിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെന്ന്. അടുത്തത് കോംപ്രിഹെൻഡ് ദ മീനിങ് ഓഫ് അർബനിസം ആൻഡ് ഹൗ അക്കൾച്ചറേഷൻ പ്രോസസ് ഹെൽപ്സ് ഇൻ അർബനൈസേഷൻ. അപ്പോൾ അർബനിസത്തിൻ്റെ മീനിങ് എന്താണ്, അതുപോലെ തന്നെ അക്കൾച്ചറേഷൻ പ്രോസസ്സ് അർബനൈസേഷൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണമെന്ന്. ഇനി തേർഡ് ഒബ്ജക്റ്റീവാണ് ഐഡൻറ്റിഫൈ ദ ചലഞ്ചസ് ഓഫ് അർബനൈസേഷൻ ആൻഡ് ദ നീഡ് ഫോർ എ പ്ലാൻഡ് അർബൻ ഡെവലപ്മെൻറ്റ്. Next one, the evolution of urban studies, and once again discuss the contribution of Chicago School to the development of urban sociology. അപ്പോൾ അർബൻ സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റിന് ചിക്കാഗോ സ്കൂളിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്ന് വീണ്ടും ഇവിടെ നോക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് സ്കോപ്പ് ഓഫ് അർബൻ സോഷ്യോളജി. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സിൽ വരുന്ന ഈ പോയിന്റ്സ് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ദ ഹ്യൂമൻ പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ് അറ്റ് എ സ്റ്റഡി റേറ്റ്. അപ്പോൾ ഹ്യൂമൻ പോപ്പുലേഷൻ എപ്പോഴും ഒരു സ്റ്റഡി റേറ്റിൽ അങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ദെയർ ഈസ് ആൻ ഇൻക്രീസിങ് ഡിമാൻഡ് ഫോർ റിസോഴ്സസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ ഗ്രോയിങ് പോപ്പുലേഷൻ. അപ്പോൾ പോപ്പുലേഷൻ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ റിസോഴ്സസും വർദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ട ആ റിസോഴ്സസിനും വർധനവ് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ഈ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഫുഡ്, ജോബ്, ഇൻകം, പ്ലേസ് ഓഫ് റെസിഡൻസ്, ലെഷർ എക്സെട്ര. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാത്തിലും വർധനവ് വളരെ അത്യാവശ്യമാണ് പോപ്പുലേഷൻ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ. ഓഫൺ ദീസ് നീഡ്സ് അർജ് മാൻ ടു മൂവ് ടു പ്ലേസ് വെയർ ഹി ഫീൽസ് ഹിസ് നീഡ്സ് വുഡ് ബി. അപ്പോൾ സാധാരണയായിട്ട് ആളുകൾക്ക് അപ്പോൾ ഇപ്പം അവനവൻ താമസിക്കുന്ന സ്ഥലത്ത് തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ലെന്ന് തോന്നുമ്പോൾ അത് എവിടെ പോയാൽ പൂർത്തീകരിക്കപ്പെടാൻ പറ്റും, അങ്ങോട്ടേക്ക് മാറി താമസിക്കുക എന്നുള്ള ഒരു ട്രെൻഡ് ആളുകളിൽ വന്നു ചേരും. ഹി ഫൈൻഡ്സ് ദ ന്യൂ പ്ലേസ് പ്രസൻറ്റിങ് ഇറ്റ് സെൽഫ് വിത്ത് അവന്യൂസ് ഓഫ് ഗ്രോത്ത്, പ്രോസ്പെരിറ്റി, ചാൻസസ് ടു കണക്ട് ആൻഡ് വെൽബീങ്. അപ്പോൾ അവൻ പുതിയ സ്ഥലങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും. അവിടെയാണ് നല്ല അവന്യൂസ് ഓഫ് ഗ്രോത്ത് ഉള്ളത്, പ്രോസ്പെരിറ്റി ഉള്ളത്, ചാൻസസ് ടു കണക്ട് ആൻഡ് വെൽബീങ്. നന്നായിട്ട് പോകാനായിട്ട്, ജീവിതം കൂടുതൽ സുഗമമാക്കാൻ എങ്ങോട്ട് നീങ്ങിയാൽ പറ്റും എന്ന് നോക്കാൻ തുടങ്ങും. ദിസ് നേച്ചർ ഓഫ് ഹ്യൂമൻ ബീയിങ്. അപ്പം മനുഷ്യൻ്റെ ഈ സ്വഭാവം, ദിസ് നേച്ചർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഫോംസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഫിനോമിനൻ ഓഫ് അർബനൈസേഷൻ. അപ്പോൾ അർബനൈസേഷൻ എന്നുള്ള പ്രതിഭാസത്തിൻ്റെ ഫൗണ്ടേഷനാണ് ഈ നേച്ചർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഈ പ്രകൃതി, ഈ സ്വഭാവമാണ് അർബനൈസേഷൻ എന്ന പ്രതിഭാസത്തിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. In this unit, we will try to understand the concept of urbanization, what causes urbanization and the impact of urbanization on society. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അർബനൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് എന്താണ്, വാട്ട് കോസസ് അർബനൈസേഷൻ, എന്തുകൊണ്ടാണ് അർബനൈസേഷൻ സാധ്യമാകുന്നത്, ആൻഡ് ദി ഇമ്പാക്റ്റ് ഓഫ് അർബനൈസേഷൻ ഓൺ സൊസൈറ്റി, സൊസൈറ്റിയിൽ അർബനൈസേഷൻ്റെ പ്രതിഫലനം എന്തൊക്കെയാണെന്ന്. വി വിൽ ഓൾസോ ടേക്ക് എ look at the evolution of urban studies around the world as well as in India. അപ്പോൾ അറൗണ്ട് ദ വേൾഡിൽ അർബനൈസേഷൻ എങ്ങനെയൊക്കെ പോകുന്നു, അതുപോലെ ഇന്ത്യയിൽ അർബനൈസേഷൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളും കൂടി നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നുണ്ട്. ഇപ്പോൾ അർബനൈസേഷൻ എന്താണെന്ന് നോക്കാൻ അടുത്തത്. അർബനൈസേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഷിഫ്റ്റ് ഇൻ പോപ്പുലേഷൻ ഫ്രം റൂറൽ ടു അർബൻ. റൂറലിൽ നിന്ന്, ഗ്രാമീണ മേഖലയിൽ നിന്ന് നാഗരികതയിലേക്കുള്ള, നഗരത്തിലേക്കുള്ള ഒരു ഷിഫ്റ്റിനെയാണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. അർബനൈസേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഷിഫ്റ്റ് ഇൻ പോപ്പുലേഷൻ. പോപ്പുലേഷൻ്റെ, ജനസംഖ്യയുടെ, ജനങ്ങളുടെ ആ ഒരു ഷിഫ്റ്റ് എവിടെ നിന്നാണ്, ഫ്രം റൂറൽ ടു അർബൻ. അതിനെയാണ് നമ്മൾ അർബനൈസേഷൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ദിസ് ക്യാൻ ബി ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ inflow of population to the urban centers, making them more densely populated than അതർ ഏരിയ. അപ്പോൾ ഈ മനുഷ്യരുടെ ഈ ഒഴുക്ക്, പോപ്പുലേഷൻ റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്കുള്ള ഈ ഒഴുക്ക് അവിടെ ഡെൻസ്ലി പോപ്പുലേറ്റഡ്,
മറ്റ് ഭാഗങ്ങളെക്കാളും, അതായത് ഗ്രാമീണ മേഖലയിലേക്കാളും വളരെയധികം തിക്ലി പോപ്പുലേറ്റഡ് സ്ഥലമായിട്ട് മാറ്റും. എങ്ങോട്ടേക്ക് അവർ പോകണം അവിടെ. ഇൻ മോസ്റ്റ് കേസസ് ദ ബൗണ്ടറീസ് ഓഫ് ദ അർബൻ ഡിവൈഡ് ആർ ഇൻ ദ കണ്ടിന്യൂം. മിക്ക കേസസിലും ബൗണ്ടറീസ് ഓഫ് അർബൻ ഡിവൈഡ് ആർ ഇൻ ദ കണ്ടിന്യൂം. ഇപ്പം എവിടെ വെച്ച് അർബൻ തുടങ്ങുന്നു, എവിടെ വെച്ച് ഗ്രാമീണ മേഖല അവസാനിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കാനായിട്ട് ഒരു പ്രത്യേക ബൗണ്ടറി ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതങ്ങനെ തുടർന്നുകൊണ്ടേ പോകും. അതായത് ദിസ് മീൻസ് ദാറ്റ് വി മേ നോട്ട് ഫൈൻഡ് എ വെൽ ഡിമാർക്കേറ്റഡ് ബൗണ്ടറി ബിറ്റ്വീൻ ദ അർബൻ ആൻഡ് റൂറൽ സ്പേസ്. അർബനും റൂറൽ സ്പേസും തമ്മിൽ ഒരു വ്യക്തമായിട്ടുള്ള ബൗണ്ടറി നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. എവിടെ നിന്ന് ഇത് അവസാനിച്ച് റൂറൽ ഏരിയ, എവിടെ നിന്ന് അർബൻ ഏരിയ, എവിടെ തുടങ്ങിയാണ് തുടങ്ങിയിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുള്ള ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ബൗണ്ടറി നിശ്ചയിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇറ്റ് ക്യാൻ ഹവർ ബി ഡിസ്റ്റിങ്ക്വിഷ്ഡ് ബൈ ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പീപ്പിൾ, ഹൗസസ്, കമേഴ്ഷ്യൽ ബിൽഡിങ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആസ് യു ട്രാവൽ ഫ്രം വൺ റീജിയൻ ടു അതർ. സാധാരണയായിട്ട് നമ്മൾ ഒരു പ്രദേശത്ത് നിന്ന് വേറൊരു പ്രദേശത്തേക്ക് പോകുമ്പോൾ ആളുകളുടെ കോൺസെൻട്രേഷൻ, ആളുകളുടെ പോപ്പുലേഷൻ കൂടുക, വീടുകൾ കൂടുക, കമേഴ്ഷ്യൽ ബിൽഡിങ്സ് കൂടുക, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് കൂടുതൽ സൗകര്യപ്രദമായിട്ട് വരുമ്പോൾ നമുക്ക് തോന്നും ഈ പ്രദേശം നമ്മൾ വന്ന പ്രദേശത്തെക്കാളും കുറെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് മറ്റതിൽ നിന്നും കാണപ്പെടുന്നുണ്ടെന്ന്. യു മേ ഫൈൻഡ് ദ പ്രസൻസ് ഓഫ് ഓൾ ദീസ് എൻറ്റിറ്റീസ് ഇൻ ബോത്ത് അർബൻ ആൻഡ് റൂറൽ. ഇനി അർബൻ ഏരിയയിലും ഉണ്ട് ബിൽഡിങ്സ്, കമേഴ്ഷ്യൽ ബിൽഡിങ്സ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ അർബൻ ഏരിയയിലും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലും ഉണ്ട്. എന്നാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് വ്യത്യാസം വരും. യു മേ ഫൈൻഡ് ദ പ്രസൻസ് ഓഫ് ഓൾ ദീസ് എൻറ്റിറ്റീസ് ഇൻ ബോത്ത് ആൻഡ് റൂറൽ ആൻഡ് അർബൻ. റൂറലും അർബൻ ഏരിയയിലും ഈ ഫെസിലിറ്റീസ് ഒക്കെ കാണാം, പക്ഷേ അതിൻ്റെ എൻറ്റിറ്റീസ് രണ്ടിടത്തും വ്യത്യാസമായിരിക്കും. നൺലെസ് ദേ വിൽ ബി മോർ പ്രൊനൗൺസ്ഡ് ഇൻ ദ അർബൻ സ്പേസ് വിത്ത് റെസ്പെക്ട് ടു അതർ റീജിയൻസ്. അർബൻ റേസ് മറ്റു ഭാഗമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അർബൻ സ്പേസിലാണ് ഇവ കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തതയോടും കൂടി വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, ദ വില്ലേജസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹാവ് വെൽ ഡിഫൈൻഡ് റോഡ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയണമെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വില്ലേജസ് എന്ന് പറഞ്ഞാൽ അവിടെ റോഡ്സും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എല്ലാം നന്നായിട്ടുണ്ട്. ഹവർ ആസ് യു മൂവ് ടു സി എ സിറ്റി സച്ച് ആസ് ന്യൂയോർക്ക് ഓർ ചിക്കാഗോ, അതുപോലെ തന്നെ നമ്മൾ ന്യൂയോർക്കിലോ അല്ലെങ്കിൽ ചിക്കാഗോ സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് മോർ ഓഫ് ദീസ് ഫെസിലിറ്റീസ്. ഈ ഫെസിലിറ്റീസ് കുറെ കൂടി കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അർബൻ ആൻഡ് റൂറൽ ലൈഫ് മൈറ്റ് ബി ക്ലിയർ ഇൻ സർട്ടൻ കൺട്രീസ്. ചില സ്ഥലത്ത്, ചില രാജ്യങ്ങളിൽ അർബനും റൂറൽ ലൈഫും തമ്മിൽ നമുക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റും ആ സ്ഥലങ്ങൾ തമ്മിൽ. വൈൽ ഇറ്റ് ക്യാൻ ബി ബ്ലറി ഇൻ അതേഴ്സ്. പക്ഷെ ചിലയിടത്താണെങ്കിൽ വ്യക്തത തോന്നൂല. ഗ്രാമപ്രദേശം എങ്ങനെ ഇരുന്നാൽ അതിനേക്കാളും വലിയ വ്യത്യാസമായിട്ട് അർബൻ തോന്നൂല. രണ്ടും ഏറെക്കുറെ ഒരേപോലെ ആയിട്ടൊക്കെ തോന്നും. അങ്ങനെയും കാണുന്ന സ്ഥലങ്ങളുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് അർബനൈസേഷൻ ഇൻ ഈച്ച്. ഓരോ സ്ഥലത്തുമുള്ള അർബനൈസേഷൻ്റെ ആ എക്സ്റ്റെൻറ്റ് അനുസരിച്ചാണ് ഇങ്ങനെ പല വ്യത്യാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഹവർ എ ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ ഈസ് ദാറ്റ് എ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ വിൽ ബി എംപ്ലോയിഡ് ഇൻ ദ നോൺ അഗ്രികൾച്ചറൽ സെക്ടർ വിത്ത് റെസ്പെക്ട് ടു റൂറൽ. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു പ്രത്യേക പറയാൻ വ്യക്തമായിട്ടുള്ള ഒരു സ്വഭാവ ഗുണം എന്ന് പറയുന്നത് അർബൻ ഈസ് ദാറ്റ് എ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ വിൽ ബി എംപ്ലോയിഡ്. ആ അർബൻ ഏരിയയിലെ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ, ഭൂരിഭാഗം ജനങ്ങളും എംപ്ലോയിഡ് ആയിട്ടുള്ളവരാണ്. അത് എങ്ങനെയുള്ള തൊഴിലാണ് അവർ ചെയ്യണത്? നോൺ അഗ്രികൾച്ചറൽ സെക്ടറിലാണ് അവർ ജോലി ചെയ്യണത്. പക്ഷേ റൂറൽ ഏരിയയിലാണെങ്കിൽ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ എംപ്ലോയിഡ് ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്. അപ്പോൾ റൂറൽ ഏരിയയിൽ കൃഷിയിടങ്ങളിലാണ് കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അർബൻ ഏരിയയിൽ ഈ കൃഷിയിടങ്ങളും അതുപോലെയുള്ള ജോലികളും കാണുന്നില്ല, മറ്റു തൊഴിലുകളാണ് അവിടെ ആളുകൾ ചെയ്യണം. ആസ് എ റിസൾട്ട് we can find more agricultural lands in rural area. അതുകൊണ്ട് തന്നെ റൂറൽ ഏരിയയിൽ കൂടുതൽ കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. As the population in the urban space continues to grow,
large scale urbanization happens, thus causing a phenomena called urban sprawl. അപ്പോൾ പോപ്പുലേഷൻ ഇൻ ദ അർബൻ സ്പേസസ് കണ്ടിന്യൂസ് ടു ഗ്രോ. അപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും അർബൻ സ്പേസസിൻ്റെ വളർച്ച കൂടിക്കൂടി വരുമ്പോൾ ലാർജ് സ്കെയിൽ ഓഫ് അർബനൈസേഷൻ ഹാപ്പൻസ്. നഗരവൽക്കരണം വലിയ രീതിയിൽ അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദസ് കോസിങ് എ ഫിനോമിനൻ കോൾഡ് അർബൻ സ്പ്രൗൾ. അപ്പോൾ അർബൻ സ്പ്രൗൾ എന്ന് പറയുന്ന ഒരു ഫിനോമിന തന്നെ ഇവിടെ നടക്കുകയാണ്. അതായത് നാഗരികത അല്ലെങ്കിൽ നഗരവൽക്കരണം അങ്ങ് പരന്ന് കിടക്കുകയാണ്. അത് വീണ്ടും വീണ്ടും ഓരോ ദിവസവും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദ അർബൻ പോപ്പുലേഷൻ ഡിസ്പേഴ്സസ് ഓവർ ലാർജർ ജിയോഗ്രഫിക്കൽ ഏരിയാസ്. അപ്പോൾ അർബൻ പോപ്പുലേഷൻ അങ്ങ് പരന്നു പോവുകയാണ് അങ്ങോട്ട് ജിയോഗ്രഫിക്കൽ ഏരിയസിൽ, ലീഡിങ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സബർബ്സ് ഇൻ ദ ഔട്ട്സ്കേർട്സ് ഓഫ് ദ അർബൻ സെന്റേഴ്സ്. അർബൻ സെന്റേഴ്സിനോട് ചേർന്ന് കിടക്കുന്ന പ്രാന്തപ്രദേശങ്ങളും അർബൻ ഏരിയ പോലെ അങ്ങ് മാറി മാറി കൊണ്ടിരിക്കുകയാണ്. ഇത് സ്ട്രൈക്കേഴ്സ് ദ ഓൺസെറ്റ് ഓഫ് ന്യൂ റെസിഡൻഷ്യൽ സ്പേസസ്. അപ്പം ഇങ്ങനെ ഈ അർബനൈസേഷൻ്റെ ഗ്രോത്ത് മൂലം അർബനൈസേഷൻ അല്ലെങ്കിൽ അർബൻ ഏരിയ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ദിസ് സ്ട്രൈക്കേഴ്സ് ഓൺസെറ്റ് ഓഫ് ന്യൂ റെസിഡൻഷ്യൽ സ്പേസസ്. അപ്പോൾ പുതിയ ആളുകൾ പോപ്പുലേഷൻ കൂടുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും വർദ്ധിക്കണം. അപ്പോൾ അതനുസരിച്ച് റെസിഡൻഷ്യൽ സ്പേസസ് കൂടണം. റോഡ്സ്, പുതിയ പുതിയ റെസിഡൻഷ്യൽ സ്പേസസ് വരുന്നുണ്ട്, റോഡ്സ് വരുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് വരുന്നുണ്ട്, ആൻഡ് കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് in the suburbs resulting in a geographical expansion of this urban space. അപ്പോൾ അർബൻ സ്പേസസിൽ ഇത്തരം ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. ന്യൂ റെസിഡൻഷ്യൽ സ്പേസസ്, റോഡ്സ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആൻഡ് കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്. ഓഫൺ ദിസ് ജിയോഗ്രഫിക്കൽ എക്സ്പാൻഷൻ വിൽ ഹാപ്പൻ ബൈ ടേക്കിംഗ് അപ്പ് ദ അഗ്രികൾച്ചറൽ ഓർ barren lands that previously existed in the region. We know that urbanization is caused by the movement of people from rural to urban centers. അപ്പം നമ്മൾ മനസ്സിലാക്കി അർബനൈസേഷൻ സംഭവ്യമാവുന്നത് എന്തുകൊണ്ടാണ്? ആളുകളുടെ വ്യതിയാനം, ചലനം എവിടെ നിന്ന്? റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ സെൻറ്ററിലേക്കുള്ള ആ വ്യതിയാനം, അങ്ങോട്ടേക്കുള്ള ആ മൂവ്മെൻ്റ് ആണ് അർബനൈസേഷന് കാരണമാകുന്നത്. ബട്ട് ഹാവ് യു വണ്ടേർഡ് വാട്ട് കോസസ് ദിസ് മൂവ്മെൻറ്റ്? പക്ഷേ ഈ മൂവ്മെൻറ്റിൻ്റെ കാരണം എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. ദെയർ ക്യാൻ ബി ബോത്ത് പുഷ് ആൻഡ് ഫുൾ ഫാക്ടേഴ്സ് ഫോർ ദ സെയിം. അപ്പോൾ ഇങ്ങനെ ഒരു അർബനൈസേഷൻ പ്രോസസ്സ് നടക്കാനായിട്ട് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ആ ഘടകങ്ങളെ നമുക്ക് പുഷ് ആൻഡ് ഫുൾ ഫാക്ടേഴ്സ് എന്ന് പറയാം. ഈ അർബനൈസേഷനെ മോട്ടിവേറ്റ് ചെയ്യണ കാര്യത്തിന് നമ്മൾ പുഷ് ആൻഡ് ഫുൾ ഫാക്ടേഴ്സ്, പുഷ് ആൻഡ് ഫുൾ ഘടകങ്ങൾ എന്നാണ് പറയുന്നത്. പുഷ് ഫാക്ടേഴ്സ്, പുഷ് ചെയ്യുക, അതുപോലെ പുൾ ചെയ്യുക എന്നുള്ളത്. പുഷ് ഫാക്ടേഴ്സ് ആർ ദോസ് ദാറ്റ് അർജ് പീപ്പിൾ ടു മൂവ് ഔട്ട് ഓഫ് ദെയർ നേറ്റീവ് റൂറൽ സ്പേസസ്. തള്ളി മാറ്റുക, പുഷ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അവനവൻ ഏത് റൂറൽ ഏരിയയിലാണ് താമസിക്കുന്നത് അവിടെ നിന്ന് അവനെ വേറൊരു സ്ഥലത്തേക്ക് പുഷ് ചെയ്യുക. അതാണ് പുഷ് ഫാക്ടേഴ്സ് ആർ ദോസ് ദാറ്റ് അർജ് പീപ്പിൾ ടു മൂവ് ഔട്ട് ഓഫ് ദെയർ നേറ്റീവ് റൂറൽ സ്പേസസ്. അവരുടെ നേറ്റീവ് റൂറൽ സ്പേസിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറപ്പെടുക. അതിനെയാണ് പുഷ് ഫാക്ടർ എന്ന് പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ലാക്ക് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഈ വക കാര്യങ്ങളാണ് അവരെ ഗ്രാമപ്രദേശത്തിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന്, ലാക്ക് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇപ്പോൾ തങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ കുറവാണ്. എക്കണോമിക് ആക്ടിവിറ്റീസ് മര്യാദക്ക് നടക്കണില്ല. ഹോസ്റ്റൈൽ എൻവയറമെൻ്റ് ആണ്. നാച്ചുറൽ ഡിസാസ്റ്റർ, അതുപോലെ പ്രകൃതിപരമായിട്ടുള്ള പല ദുരന്തങ്ങളും സംഭവിക്കുന്നുണ്ട്. സച്ചാസ് എക്സ്ട്രീം ഫാമിൻ, ചിലപ്പോഴൊക്കെ വല്ലാത്ത ക്ഷാമങ്ങൾ, ആൻഡ് ഡ്രോട്ട്, ക്ഷാമവും വരൾച്ചയും, അതുപോലെ പോവർട്ടി, ഹങ്കർ ആൻഡ് പൊളിറ്റിക്കൽ പെർസിക്യൂഷൻസ് ആർ സം ഓഫ് ദം. അതുപോലെ തന്നെ ദാരിദ്ര്യം, വിശപ്പ്, പിന്നെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങളായിട്ട് ഈ പുഷ് ചെയ്യുന്നത് ആളുകളെ അവനവൻ താമസിക്കുന്ന റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് തള്ളാനായിട്ട്, അങ്ങോട്ട് പോകാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന മുഖ്യ ഘടകങ്ങൾ എന്ന് പറയുന്ന ലാക്ക് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്, ഹോസ്റ്റൈൽ എൻവയറമെൻറ്റ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സച്ച് ആസ് എക്സ്ട്രീം ഫാമിൻ ആൻഡ് ഡ്രോട്ട്, അതുപോലെ പോവർട്ടി, ഹങ്കർ ആൻഡ് പൊളിറ്റിക്കൽ
persecutions are some of them. The desire to have a comfortable life motivates them to move to urban space where they can enjoy avenues for growth and പ്രോസ്പിരിറ്റി. അപ്പോൾ ഡിസയർ ടു ഹാവ് എ കംഫർട്ടബിൾ ലൈഫ്, ഒരു സമാധാനപരമായിട്ടും സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതം വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ഈ ആഗ്രഹമാണ് ആളുകളെ അർബൻ സ്പേസിലേക്ക് പോകാനും അവിടുത്തെ ജീവിത രീതി എൻജോയ് ചെയ്യാനും അങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കാനും ഒക്കെ ആയിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. ഓൺ ദ അതർ ഹാൻഡ് പുൾ ഫാക്ടേഴ്സ്, അപ്പോൾ പുഷ് ഫാക്ടറാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇനി വേറെ ഒന്ന് pull factor ഉണ്ട്. On the other hand, pull factors are those that attract the population to relocate to the urban spaces. ഇപ്പോൾ അർബൻ സ്പേസസിൽ താമസിക്കണവർ തിരിച്ച് അവർ പുറകോട്ട് പോകാൻ അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തോട്ട് പോകാൻ അധികം ആഗ്രഹിക്കണില്ല. അവരെവിടെ നിൽക്കണം അവിടെ തന്നെ തിങ്ങി നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതാണ് പുൾ, അവരെ അവിടെ തന്നെ വലിച്ച് ഇടുന്ന ഒരു ഫാക്ടർ. പുൾ ഫാക്ടേഴ്സ് ആർ ദോസ് ദാറ്റ് attract the population to relocate to the urban spaces. The economic, political and social environment in the urban space may appear more appealing to the public than their native places. അപ്പോൾ പബ്ലിക്കിന് തൻ്റെ നേറ്റീവ് പ്ലേസസിലുള്ളതിനേക്കാളും കൂടുതൽ സൗകര്യങ്ങൾ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ എൻവയറമെൻ്റ് ഒക്കെ കൂടുതൽ മെച്ചമായിട്ട് തോന്നുന്നത് അർബൻ ഏരിയയിലാണ്. അപ്പം ആ അർബൻ ഏരിയയിൽ തന്നെ നിൽക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു. ഫോർ ഇൻസ്റ്റൻസ്, ദ പ്രസൻസ് ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ ദ അർബൻ സ്പേസ് മേ ഗ്യാരണ്ടി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആൻ അൺഎംപ്ലോയിഡ് പേഴ്സൺസ്. ഇനി ഓരോരോ കാര്യങ്ങൾ പറയാണ്. അപ്പം ഇങ്ങനെ അവിടെ തന്നെ ഇപ്പം നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ അവരെ പിടിച്ചു നിർത്തുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു തൊഴിലില്ലാത്തവനാണെങ്കിൽ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തൊഴിൽ കണ്ടുപിടിക്കാനായിട്ട് അർബൻ ഏരിയ അവനെ സഹായിക്കുന്നുണ്ട്. പലതരം വ്യവസായങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ആ വ്യവസായങ്ങളിൽ എവിടെയെങ്കിലും ഒരു തൊഴിൽ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. ദസ് അർജിങ് ഹിം ടു മൂവ് ടു ദ സിറ്റി. അപ്പോൾ അത് കാരണം അവൻ സിറ്റിയിലേക്ക് പോകും. സിറ്റിയിൽ ചെന്നാൽ ഇപ്പോൾ ഗ്രാമപ്രദേശത്ത് തൊഴിലില്ല എന്നുണ്ടെങ്കിൽ നഗരപ്രാന്തങ്ങളിലേക്ക് എത്തിപ്പെട്ടാൽ അവിടെ അവന് തൊഴിൽ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ട് അർജിങ് ഹിം ടു മൂവ് ടു ദ സിറ്റി, സിറ്റിയിലേക്ക് പോകാനായിട്ട് അവനെ അത് പ്രേരിപ്പിക്കുന്നു. ഫോർ എ പേഴ്സൺ ഹു ഈസ് ഓൾറെഡി എംപ്ലോയിഡ്, ഇനി ഓൾറെഡി എംപ്ലോയിഡ് ആണെങ്കിൽ, ജോലിയുള്ള ഒരാളാണെങ്കിൽ, സിറ്റി മേ പ്രസന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ റിസീവിങ് എ ഹയർ വേജ്, ദസ് മേക്കിംഗ് ദ region attractive to him. ഇനി ഒരു തൊഴിൽ ഇപ്പോൾ ഓൾറെഡി അവൻ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ അവൻ അതിൽ കൂടുതൽ വളർച്ച, ഹയർ പൊസിഷനിൽ എത്താനുള്ള അവസരവും അർബൻ ഏരിയയിൽ അവന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദ സിറ്റി മേ പ്രസന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ റിസീവിങ് എ ഹയർ വേജ്, ദസ് മേക്കിംഗ് ദ റീജിയൻ അട്രാക്റ്റീവ് ടു ഹിം. ദസ് ത്രൂ അർബനൈസേഷൻ essentially means the movement of people to urban centers. The reason for the same can vary from person to person and region to region. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ളത് നിന്നും മറ്റൊരു പ്രദേശത്തുള്ള ആളുകൾക്ക് കാരണങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കാം. എന്നാലും നല്ലത് തോന്നുന്നത് അർബൻ ഏരിയയിൽ പോകുമ്പോഴാണ് അവരുടെ ജീവിതം കൂടുതൽ സാർത്ഥകമാകുന്നത്, സുഖപ്രദമാകുന്നത് എന്നുള്ള ആ ചിന്തയാണ് ഈ അർബൻ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ആളുകളെ കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. ഇനി അർബനിസം ആൻഡ് അക്കൾച്ചറേഷൻ അടുത്തത്. ഇഫ് അർബനൈസേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ആൻ അർബൻ ഏരിയ develops, urbanism is the state of being. Urbanization എന്താണെന്ന് നമ്മൾ പഠിച്ചല്ലോ. ഇറ്റ് ഈസ് ദ പ്രോസസ് വിച്ച് ആൻ അർബൻ ഏരിയ ഡെവലപ്സ്. അർബൻ ഏരിയ ഡെവലപ്പ് ചെയ്യുന്ന ആ പ്രക്രിയനെ, ആ പ്രോസസ്സിനെയാണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അർബനിസം എന്ന് പറയുന്നത് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. അപ്പോൾ ആ പ്രോസസ്സിൽ നിലനിൽക്കുന്ന ആ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അതിനെയാണ് അർബനിസം എന്ന് പറയുന്നത്. അർബനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സിൽ നിലനിൽക്കുന്ന ആ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെയാണ് അർബനിസം എന്ന് പറയുന്നത്. അർബനൈസേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ആൻ അർബൻ ഏരിയ ഡെവലപ്സ് ആൻഡ് അർബനിസം ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇറ്റ് എൻകാപ്സുലേറ്റ് ഓൾ ദ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ ദാറ്റ് വി വിറ്റ്നസ് ഇൻ അർബൻ സെൻറ്റേഴ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ ഫിസിക്കലും സോഷ്യൽ ഇൻറ്ററാക്ഷൻസും അർബൻ സെൻറ്റേഴ്സിൽ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇറ്റ് ക്യാൻ ബി ദ സോഷ്യൽ
economic and political forces and processes that are seen in urban centers. അപ്പോൾ ഈ അർബനിസത്തിൽ we can see the social, economic and political forces. അപ്പോൾ സോഷ്യലും സാമ്പത്തികവും സാമൂഹികവും അതുപോലെ തന്നെ രാഷ്ട്രീയവുമായിട്ടുള്ള ഫോഴ്സസ് ആൻഡ് പ്രോസസ്സസ് ദാറ്റ് ആർ സീൻ ഇൻ അർബൻ സെൻറ്റേഴ്സ്. Urbanism gives an in-depth understanding of the ways of life. അർബനിസം എന്ന് പറയുന്നത് ഗീവ്സ് ആൻ ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ്, വളരെ അടിത്തട്ടിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അർബനിസത്തിൽ കൂടി. ഓഫ് ദ വേസ് ഓഫ് ലൈഫ്, ആ അർബനൈസേഷനിലൂടെ നടപ്പിലാക്കപ്പെട്ട വേസ് ഓഫ് ലൈഫ് എങ്ങനെയാണ്, അതിൻ്റെ സ്വഭാവ വിശേഷതകൾ, സിറ്റി ലൈഫിൻ്റെ സ്വഭാവ വിശേഷതകൾ എല്ലാം നമുക്ക് ഈ അർബനിസത്തിൽ കൂടി മനസ്സിലാക്കാൻ പറ്റും. അർബനിസം ഗീവ്സ് ആൻ ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേസ് ഓഫ് ലൈഫ് ദാറ്റ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സിറ്റി. ലെറ്റ് us try to understand better. അപ്പോൾ ഒന്നും കൂടി നമുക്കിത് ക്ലിയർ ആക്കാൻ നോക്കാം. when a person moves from a rural to an urban area, ഒരു റൂറലിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ he or she may find some differences in both culture. അപ്പോൾ രണ്ടിടത്തെയും കൾച്ചേഴ്സിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരാൾ റൂറൽ ഏരിയയിലെ കൾച്ചർ ആയിരിക്കില്ല അർബൻ ഏരിയയിലെ കൾച്ചർ, അവിടെ രണ്ടിടത്തും കുറേ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് അയാൾക്ക് അനുഭവപ്പെടും. റൂറൽ ഏരിയയിലുള്ള കൾച്ചറും മറ്റോടത്ത് അർബൻ ഏരിയയിലുള്ള കൾച്ചറിൻ്റെ ആ വ്യത്യാസം അയാൾക്ക് അനുഭവപ്പെടും. സം ഓഫ് ദം ആർ എവിഡൻറ്റ് വൈൽ സം അതേഴ്സ് ആർ സബ്റ്റെയിൽ. ചിലത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും, മറ്റത് സബ്റ്റെയിലായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകും, അത്രക്ക് പ്രോബ്ലം ഉണ്ടാക്കില്ല, എന്നാലും എന്തോ ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നും. ദ ഡിഫറൻസ് ക്യാൻ ബി സീൻ ഇൻ ഈറ്റിംഗ് പ്രാക്ടീസ്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് കൾച്ചറിൽ ദ ഡിഫറൻസസ് ക്യാൻ ബി സീൻ ഇൻ ഈറ്റിംഗ് പ്രാക്ടീസസ്. ഈ ഭക്ഷണം കഴിക്കുന്ന രീതി, ഫുഡ് ചോയ്സസ്, ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതികൾ, ഭക്ഷണങ്ങളുടെ ആ മാതൃകകൾ, വ്യത്യാസങ്ങൾ, അതിൻ്റെ വേസ് ഓഫ് ഡ്രസ്സിങ്, ഡ്രസ്സ് ചെയ്യണ രീതികൾ. ഇപ്പോൾ ഗ്രാമപ്രദേശത്തെ വേഷവിധാനമല്ല പട്ടണ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നഗരപ്രാന്തങ്ങളിലുള്ളത്. അതുപോലെ ഒക്കപ്പേഷണൽ പ്രാക്ടീസസ്, തൊഴിൽ ചെയ്യണ പ്രാക്ടീസസ്, ആൻഡ് ഈവൻ വേസ് ഓഫ് തിങ്കിങ്, അതുപോലെ തന്നെ ചിന്താഗതി, ചിന്തിക്കുന്ന രീതി, ഇതിലെല്ലാം ഡിഫറൻസസ് ഉണ്ടാവും. ഫോർ ഇൻസ്റ്റൻസ് ഇൻ എ റൂറൽ എൻവയർമെൻറ്റ്, ഒരു റൂറൽ എൻവയർമെൻറ്റിലാണെങ്കിൽ ഗ്രാമീണ പരിസ്ഥിതിയിൽ പീപ്പിൾ മേ റൈസ് ആൻഡ് സ്ലീപ്പ് ഏർലി, ആളുകൾ നേരത്തെ കിടക്കും എന്നിട്ട് നേരത്തെ ഉണരുക, അങ്ങനെ ഒരു സ്വഭാവമാണ് ഉണ്ടാകുന്നത്. സിറ്റീസ് ലൈക്ക് ബാംഗ്ലൂർ, ലോസ് ഏഞ്ചൽസ് ആൻഡ് ബാഴ്സിലോണ ഓൺ ദ അതർ ഹാൻഡ്, ഇനി സിറ്റീസ് അർബൻ ഏരിയയാണ്, അത് ബാംഗ്ലൂർ, ലോസ് ഏഞ്ചൽസ്, ബാഴ്സിലോണ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നോൺ ഫോർ ദെയർ വൈബ്രൻറ്റ് നൈറ്റ് ലൈഫ്, അവർ കൂടുതൽ നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നവരാണ്. നേരത്തെ കിടക്കുന്നൊന്നുമില്ല, രാത്രി ഉറക്കുകയില്ല, രാത്രിയും പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. ആഫ്റ്റർ ഉണർന്നിരിക്കുന്ന നഗരങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ആഫ്റ്റർ മൂവിങ് ടു ദ സിറ്റി, അപ്പോൾ സിറ്റിയിലേക്ക് മാറിക്കഴിയുമ്പോൾ പേഴ്സൺ മേ എൻകൗണ്ടർ വേരിയസ് ഇൻകൺസിസ്റ്റൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദ കൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഹി വാസ് റേസ്ഡ് ഇൻ ദ കൾച്ചർ ഓഫ് ദ ന്യൂ ലൊക്കേഷൻ. അപ്പോൾ ഒരു വ്യക്തി ഗ്രാമപ്രദേശത്ത് നിന്ന് അർബൻ ഏരിയയിലേക്ക് മാറിക്കഴിയുമ്പോഴേക്കും അവൻ പലതരം വെല്ലുവിളികളെ നേരിടേണ്ടി വരും. കൾച്ചറൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നുണ്ട് ബിറ്റ്വീൻ ദ കൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റൈൽ. കൾച്ചർ, അവൻ്റെ കൾച്ചറും അവിടെയുള്ള ജീവിത രീതി, ലൈഫ് സ്റ്റൈലും ഒക്കെ തമ്മിൽ പുതിയ ലൊക്കേഷനിലുള്ള കൾച്ചറും ലൈഫ് സ്റ്റൈലുമായിട്ട് വളരെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭയങ്കര സ്ട്രഗിൾ തന്നെ നേരിടേണ്ടതായിട്ട് വരും ഗ്രാജുവലി. പക്ഷേ അവനവിടെ നിലനിന്ന് പോകണം. അപ്പോൾ എവിടെ ചെല്ലണം, നമ്മൾ അവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഗ്രാസ്പ് ചെയ്യാനും ഉൾക്കൊള്ളാനും പിന്നെ അതനുസരിച്ച് മുന്നോട്ട് പോയി അവിടുത്തെ ഒരാളായി മാറാനും ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി ഹി ഓർ ഷീ ലേൺസ് ദ നോംസ് ഓഫ് ദ ന്യൂ പ്ലേസ്. അപ്പോൾ പുതിയ സ്ഥലത്തെ ആചാരമര്യാദകൾ, നോംസ് എന്തൊക്കെയാണെന്ന് അയാൾ മനസ്സിലാക്കാൻ തുടങ്ങും. He gets familiarized with how urban people dress, think, work and communicate with each other. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൻ പിന്നീട് സാവകാശം എങ്ങനെയാണ് അർബൻ പീപ്പിൾ ഡ്രസ്സ് ചെയ്യണത്, തിങ്ക് ചെയ്യണത്, വർക്ക് ചെയ്യണത്, അതുപോലെ മറ്റുള്ളവരുമായിട്ട് വാർത്താവിനിമയങ്ങൾ നടത്തുന്നത് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതുപോലെ അവന് മാറി ചെയ്യാൻ തുടങ്ങും. ആസ് ഹി ഗെറ്റ്സ് ഇൻഫോംഡ് he starts
ടു പിക്കപ്പ് സം ഓഫ് ദ ന്യൂ ട്രേറ്റ്സ് ഹിംസെൽഫ്. അപ്പം അങ്ങനെ അയാൾ മാറിക്കഴിയുമ്പോൾ അയാൾ ചില ട്രേറ്റ്സ് അറിയാതെ തന്നെ ആ ഓരോ കാര്യത്തിലുള്ള ചില കാര്യങ്ങൾ അയാൾ സ്വയം സ്വീകരിക്കും. ചില ട്രേറ്റ്സ് അയാൾ ആ കൾച്ചറിൻ്റെ ആ ഓരോ ഭാഗങ്ങൾ അയാളെ ഉൾക്കൊള്ളാൻ തുടങ്ങും. ഇറ്റ് ക്യാൻ ഹാപ്പൻ കോൺഷ്യസ്ലി ഓർ അൺനോയിങ്ലി. ചിലപ്പോൾ കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം ഉൾക്കൊള്ളും, ചിലപ്പോൾ അബോധപരമായിട്ടും അറിയാതെയും അയാളുടെ ജീവിതത്തിലേക്ക് ഇത് വന്നു കയറും. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ഹി മൈറ്റ് ഗെറ്റ് അക്കസ്റ്റം ടു ഹിസ് ന്യൂ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും, കുറച്ച് കാലങ്ങൾ മാറിക്കഴിയുമ്പോഴേക്കും അയാൾ അവിടുത്തെ ലൈഫ് സ്റ്റൈലുമായിട്ട് അങ്ങ് ഇണങ്ങി ചേരും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് അക്കൾച്ചറേഷൻ. ഈ പ്രോസസ്സിനെയാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. അപ്പം വാട്ട് ഈസ് അക്കൾച്ചറേഷൻ സാധാരണ ചോദിക്കാറുള്ള ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ മറ്റ് സ്ഥലത്തെ ആ സ്ഥലത്തെ കൾച്ചറുമായിട്ട് ഇണങ്ങി ചേർന്ന് ആ കൾച്ചറിൻ്റെ ചില ട്രേറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന ആ രീതിയിലാണ് അക്കൾച്ചറേഷൻ എന്ന് പറയണം. ഇൻ സിമ്പിൾ ടേംസ്, അടുത്ത ഈ സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കുക. ഇൻ സിമ്പിൾ ടേംസ്, അക്കൾച്ചറേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ അഡോപ്ഷൻ ഓഫ് എ കൾച്ചർ ഓഫ് ഔട്ട്സൈഡ് ട്രേറ്റ്സ്. അപ്പം ലഘുവായിട്ട് നമുക്ക് സിമ്പിൾ ടേംസിൽ ഇങ്ങനെ പറയാം, അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ഡിഫൈൻഡ്, അതിങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും ആസ് ദ അഡോപ്ഷൻ ഓഫ് എ കൾച്ചർ ഓഫ് ഔട്ട്സൈഡ് ട്രേറ്റ്സ്. ഔട്ട്സൈഡ് ഒരു കൾച്ചറിൻ്റെ ഔട്ട്സൈഡിലുള്ള ഒരു കൾച്ചറിൻ്റെ ട്രേറ്റ്സ് ഒരാൾ അഡോപ്റ്റ് ചെയ്യണം, ആ രീതിയാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. നോട്ട് ഓൺലി ഡസ് അക്കൾച്ചറേഷൻ ബ്രിങ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ടു ദ പീപ്പിൾ ഹു ഹാവ് ജസ്റ്റ് മൂവ് ടു ദ അർബൻ സെൻറ്റേഴ്സ്, ബട്ട് ക്യാൻ ഓൾസോ ഹെൽപ്പ് ദം ലിവ് സിറ്റി ലൈഫ് ഇൻ ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് മാനർ. അപ്പോൾ ഇങ്ങനെ അക്കൾച്ചറേഷൻ മൂലം അപ്പം മറ്റുള്ളവരുടെ ആ കൾച്ചറിൻ്റെ ഒരു ഭാഗം സ്വീകരിച്ച് അല്ലെങ്കിൽ കുറച്ച് ഉൾക്കൊണ്ട് അവരുടെ രീതിയിൽ കൂടി മാറി നമ്മൾ ജീവിക്കുമ്പോൾ അയാളുടെ ജീവിതം കൂടുതൽ സുഗമമാകാനായിട്ടും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും അയാൾക്ക് സഹായപ്രദമാകും. ഫോർ എക്സാമ്പിൾ, നോയിങ് ദ കൾച്ചർ ഓഫ് എ ന്യൂ പ്ലേസ് ക്യാൻ ഹെൽപ്പ് യു ടു ഈസിലി മേക്ക് കോൺവെർസേഷൻ വിത്ത് ദ നേറ്റീവ്സ്. അവിടെയുള്ള നേറ്റീവ്സുമായിട്ട് വർത്തമാനം പറയാനും കാര്യങ്ങൾ പങ്കിടാനും ഒക്കെ അവിടുത്തെ ആളുകളുടെ കൾച്ചർ അറിയാമെങ്കിൽ കൂടുതൽ എളുപ്പമാണ്. ബീയിങ് ഇൻഫോംഡ് അബൌട്ട് ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് അർബൻ ട്രാൻസ്പോർട്ട് ക്യാൻ സേവ് യു ടൈം ആൻഡ് കോസ്റ്റ് ഇൻ യുവർ കമ്മ്യൂട്ട്. അപ്പം മറ്റവരുമായിട്ട് കൂടുതൽ ഇൻറ്ററാക്ഷൻ ചെയ്യാനായിട്ട് എളുപ്പം, കുറച്ച് സമയത്തിൽ നന്നായിട്ട് അവരുമായിട്ട് മിങ്കിൾ ചെയ്തു പോകാൻ പറ്റും. അക്കൾച്ചറേഷൻ ദസ് ക്യാൻ ഗൈഡ് വൺ വെൻ ഷീ ഓർ ഹി ഫൈൻഡ് ദംസെൽവ്സ് ഇൻ അൺഫെമിലിയർ ടെറൈൻ. You might have experienced acculturation in your transition from school to university. പലവരും നമ്മൾ ജീവിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് കുറച്ച് മാറി ഒരു പുതിയ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, സാധാരണ സ്കൂൾ ലൈഫൊക്കെ അവരവരുടെ താമസ സ്ഥലത്ത് തന്നെയായിരിക്കും, പക്ഷേ യൂണിവേഴ്സിറ്റി ലെവലിലേക്കൊക്കെ പോകുമ്പോൾ, ഹയർ സ്റ്റഡീസിലേക്കൊക്കെ പോകുമ്പോൾ, യൂണിവേഴ്സിറ്റികളിലേക്ക് മാറുമ്പോൾ ആ പഴയ ജീവിത രീതിയിൽ നിന്ന് മാറി വേറൊരു അറ്റ്മോസ്ഫിയറിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ എക്സ്പീരിയൻസ് അക്കൾച്ചറേഷൻ. നമ്മളുടെ ആ മാറ്റത്തിൽ വരുന്ന അക്കൾച്ചറേഷൻ നമുക്ക് തന്നെ മനസ്സിലാകും. നമ്മൾ തന്നെ അവിടുത്തെ ആ കൾച്ചർ എന്താണ് അതിനോട് താരതമ്യപ്പെട്ട് അതിനോട് ലയിച്ച് ചേർന്ന് അങ്ങ് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ടും വരും. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധാപൂർവം ചില കാര്യങ്ങൾ മാറ്റിക്കൊണ്ടുവരികയും ചെയ്യും. എക്സ്റ്റെൻസീവ് സർവേസ് ഓൺ അർബനിസം ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ഇൻഡിവിജ്വൽസ് എക്സിസ്റ്റ് ഇൻ അർബൻ സോഷ്യോളജി. One of the most interesting works in urbanism as a way of life by Louis Wuth, which can give you a detailed analysis of the ways of the phenomena changes the lives, habits, interactions and thinking of people as they get acculturated to urban life. ഇനി അടുത്ത ഭാഗം ചലഞ്ചസ് ഓഫ് അർബനൈസേഷൻ. ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിന് നല്ല വശവും മോശവശവും ഉണ്ട്. അതുപോലെ എല്ലാത്തിനും പ്രോത്സാഹനവും കിട്ടും, അതുപോലെ തന്നെ അതിനെ തിരസ്കരിക്കുന്നതും കാണാം. അതുപോലെ തന്നെയാണ് അർബനൈസേഷനിൽ
പോകുമ്പോൾ എളുപ്പ വഴികളും ഉണ്ട്, അതിനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടും. അതോടൊപ്പം തന്നെ അതിന് കുറേ വെല്ലുവിളികളെ നേരിടേണ്ടതും വരും. അപ്പോൾ ചലഞ്ചസ് ഓഫ് അർബനൈസേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അർബൻ ഏരിയാസ് ആർ ഡെൻസിലി ഇൻഹാബിറ്റഡ് കമ്പാക്ട് ഏരിയാസ് വിത്ത് പീപ്പിൾ ഫ്രം വേരിയസ് ബാക്ക്ഗ്രൗണ്ട്സ്. Through it facilitates avenues for growth and prosperity. The process of urbanization has its challenges. അപ്പോൾ അർബനൈസേഷൻ എല്ലാം കൊണ്ടും നല്ലതാണ്. അവിടെ ഡെൻസ്ലി ഇൻഹാബിറ്റഡ് ആണ്, അവിടെ പോപ്പുലേഷനൊക്കെ വളരെ കൂടുതലാണെങ്കിലും ആളുകൾക്ക് ജീവിത സൗകര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നല്ലതാണ്. അവന്യൂ ഫോർ ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി ഫെസിലിറ്റേറ്റ്സ്. അതുപോലെ പ്രോസസ് ഓഫ് അർബനൈസേഷൻ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അവൻ്റെ ഇൻകം വർദ്ധിക്കാനും ജീവിത പുരോഗതി ഉണ്ടാകാനും ലൈഫ് സ്റ്റൈലിനും ഒക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ അർബനൈസേഷൻ ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിലും അത് ധാരാളം വെല്ലുവിളികളെയും അർബനൈസേഷൻ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ദ പ്രോസസ് മാർക്സ് apparent change in the region by bringing more people and transactions. അപ്പോൾ പ്രോസസ് മാർക്സ് ആൻഡ് അപ്പാരൻറ്റ് ചേഞ്ച് ഇൻ ദ റീജിയൻ. അപ്പോൾ ഇങ്ങനെ അർബനൈസേഷൻ നടക്കുന്ന സ്ഥലത്ത് തന്നെ വളരെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവിടെ ട്രാൻസാക്ഷനിലും അതുപോലെ മറ്റു കാര്യങ്ങളിലും ഒക്കെ ഒത്തിരി ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട് ദെയർ വിൽ ബി ആൻ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ദ റിസോഴ്സസ് അവൈലബിൾ ഇൻ ദ റീജിയൻ, എയർ, വാട്ടർ, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, റെസിഡൻഷ്യൽ സ്പേസസ്, പബ്ലിക് സർവീസസ് സച്ച് ആസ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹെൽത്ത് കെയർ. അപ്പോൾ ഈ പ്രോബ്ലംസ് ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതൊക്കെയാണ്. ആളുകൾ കൂടി വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ കൂടുതലാകും. ആവശ്യങ്ങൾ കൂടി വരുമ്പോൾ അത് നിർവഹിക്കേണ്ട ആ ആവശ്യങ്ങൾ ഡിമാൻഡ്സ് കൂടുമ്പോൾ അത് ആ ഡിമാൻഡ്സിന് നേരിടേണ്ടതായിട്ട് വരുന്നത് അത് പരിഹരിക്കപ്പെടാനായിട്ട് അത് സാധ്യമാക്കി കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾക്കും റിസോഴ്സസിനും വർധനവ് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഈ ആളുകൾ കൂടി താമസിക്കുമ്പോൾ ഒരുപാട് ആളുകളാകുമ്പോൾ അവർക്ക് താമസ സ്ഥലം വേണം, എയർ, വാട്ടർ, അതുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, റെസിഡൻഷ്യൽ സ്പേസസ്, പബ്ലിക് സർവീസസ് സച്ച് ആസ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹെൽത്ത് കെയർ. അപ്പോൾ ഇതൊക്കെ ഈ കാര്യങ്ങളിലെല്ലാം വർധനവ് ഉണ്ടാകണം. പോപ്പുലേഷൻ ഒരു ഏരിയയിലോട്ട് കൂടുക എന്ന് പറയുമ്പോൾ അവിടെ താമസ സൗകര്യം വേണം, എല്ലാവർക്കും ശ്വസിക്കാൻ വായു കിട്ടണം, വെള്ളം വേണം, ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേണം, അതുപോലെ താമസിക്കാനുള്ള സ്ഥലം റെസിഡൻഷ്യൽ സ്പേസസ് വേണം, പബ്ലിക് സർവീസസ് അതായത് ട്രാൻസ്പോർട്ട്, ഹെൽത്ത് കെയർ, ഇതൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇതിലെല്ലാം വർധനവ് ഉണ്ടാകേണ്ടതുണ്ട്. സിൻസ് ദ പ്രോസസ് ഓഫ് അർബനൈസേഷൻ ഈസ് ഓർഗാനിക്, unplanned and gradual, it can also be disorganized and chaotic, putting an onus on the administration to cater to the needs of the ever growing cities in a sustainable manner. അപ്പോൾ എല്ലായിടത്തും ഈ അർബനൈസേഷൻ ഒരു ഓർഗാനിക്, അൺപ്ലാൻഡ് ആൻഡ് ഗ്രാജുവൽ ആകുമ്പോഴേക്കും ചിലപ്പോൾ അതിന് വേണ്ട ആ അർബനൈസേഷൻ്റെ വളർച്ചയ്ക്കൊത്ത് ഡിമാൻഡ്സിനെ ഒക്കെ നേരിടാൻ വേണ്ട പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടില്ലെങ്കിൽ, അത് പ്രാപിച്ചിട്ടില്ലെങ്കിൽ അവിടെ കൂടുതൽ പ്രോബ്ലങ്ങളാണ് ഉണ്ടാകുന്നത്. ദ ഫെയിലിയർ ഓഫ് ദ ഗവൺമെൻറ് ടു മീറ്റ് ദ ഡിമാൻഡ്സ് ഓഫ് റാപ്പിഡ് അർബനൈസേഷൻ. അപ്പോൾ സ്പീഡിലുള്ള അർബനൈസേഷൻ മൂലം കൂടുതൽ ഡിമാൻഡ്സ് ഗവൺമെൻറ്റ്സ് നേരിടേണ്ടി വരും. അപ്പോൾ ആ ഡിമാൻഡ്സ് ഒക്കെ പൂർത്തീകരിച്ചു കൊടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധ്യമാകുന്നില്ലെങ്കിൽ അവിടെ തോൽവി സംഭവിച്ച അർബനൈസേഷൻ ക്യാൻ എക്സാബറേറ്റ് ദ ഇഷ്യൂസ്. അപ്പോൾ പല പ്രോബ്ലംസ് അവിടെ ഉടലെടുക്കാൻ തുടങ്ങും. ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ പോവർട്ടി. അപ്പോൾ ആളുകൾ കൂടി ഭക്ഷ്യസാധനങ്ങൾ കുറവ് നൽകാൻ പറ്റണില്ല, അല്ലെങ്കിൽ വേറെ മറ്റ് പല സൗകര്യങ്ങളും നൽകാൻ പറ്റാതെ ആകുമ്പോൾ അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉരുത്തിരാൻ സാധ്യതയുണ്ട്. ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ പോവർട്ടി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ദാരിദ്ര്യം, ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ്, താമസ സ്ഥലം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വളച്ചുകെട്ടി താമസിക്കാനായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇല്ലീഗലായിട്ടുള്ളത് നഗരം സമ്മതിക്കാത്ത രീതിയിലുള്ള അനുവാദമൊന്നും ചോദിക്കാണ്ട് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് നടക്കും. മഷ്റൂമിങ്സ് ഓഫ് സ്ലംസ്. അപ്പോൾ സ്ലംസ് ഏരിയ, ചേരി പ്രദേശങ്ങളിൽ ഉണ്ടാവും. ഇംപ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ. മലിനജലങ്ങളും മലിനപദാർത്ഥങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യാനുള്ള വേസ്റ്റ് ഡിസ്പോസൽ ഒക്കെ ഇംപ്രോപ്പർ ആകും. ആൻഡ് ഇൻക്രീസ്ഡ്
പൊല്യൂഷൻ ഇൻ ദ സിറ്റീസ്, അതുപോലെ സിറ്റീസ് ഒക്കെ പൊല്യൂഷൻ കൂടും, ഡിറ്റോറിയേറ്റിംഗ് ദ ഹെൽത്ത് ഓഫ് ദ പോപ്പുലേഷൻ. അപ്പോൾ ഇതെല്ലാം അവിടെയുള്ള പോപ്പുലേഷൻ്റെ ആരോഗ്യത്തിനെ മോശമായിട്ട് ബാധിക്കും. അപ്പോൾ ഇതെല്ലാം വെല്ലുവിളികളാണ് ഈ അർബനൈസേഷന് നേരിടേണ്ടി വരുന്നത്. ദീസ് ഇഷ്യൂസ് ഹവർ ക്യാൻ ബി റിസോൾവ് ബൈ പ്രോപ്പർ പ്ലാനിങ്. എന്നാൽ ഈ ഇഷ്യൂസിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ബൈ റിസോൾവ് ബൈ പ്രോപ്പർ പ്ലാനിങ്. ശരിയായ പ്ലാനിങ്ങിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസിനെ മുൻകൂട്ടി കണ്ട് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. മെനി നേഷൻസ് ആർ നൗ എംഫസൈസിങ് അർബൻ പ്ലാനിങ് ആൻഡ് സസ്റ്റൈനബിൾ മോഡൽ ഓഫ് അർബനൈസേഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ധാരാളം നേഷൻസ് ആർ നൗ എംഫസൈസിങ് അർബൻ പ്ലാനിങ്ങും അതുപോലെ സസ്റ്റൈനബിൾ മോഡൽ ഓഫ് അർബനൈസേഷൻ, അതിലൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അനദർ ഡൗൺ സൈഡ് ഓഫ് ഡിസോർഗനൈസ്ഡ് അർബനൈസേഷൻ ഈസ് ദാറ്റ് it can also lead to differences and contestations among urban dwellers. വേറെ ഒരു ദോഷം എന്ന് പറയുന്നത് അർബനൈസേഷൻ മൂലമുള്ളത് ആളുകളിൽ ഉള്ള ഡിഫറൻസ്, അവരുടെ ജീവിത രീതിയിൽ ഇൻകത്തിലൊക്കെ ഉള്ള ഡിഫറൻസും അവർ പല രീതിയിലും എല്ലാവരും തുല്യരാകാത്ത ഒരവസ്ഥയും വരുമ്പോൾ അവരിൽ വിരോധ സ്വഭാവങ്ങൾ അവിടെ താമസിക്കുന്ന ആളുകളിൽ ഉണ്ടാവും. ദീസ് കണ്ടസ്റ്റേഷൻസ് ക്യാൻ മേക്ക് ദ അർബൻ സെൻറ്റേഴ്സ് ഹോസ്റ്റൽ ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ മെമ്പേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു എതിർപ്പ്, ഒരാൾക്ക് മറ്റൊരാളെ കാണാൻ പാടില്ലാത്ത പോലെ ഒരു മറ്റുള്ളവരോട് അസൂയ തോന്നുന്ന ഒരു രീതി വരും. വി ഡിസ്കസ്ഡ് അക്കൾച്ചറേഷൻ ഇൻ ദ പ്രീവിയസ് സെക്ഷൻ. ഹവർ ഇഫ് ദ cities are unwelcoming, acculturation becomes difficult. അപ്പോൾ ഈ അക്കൾച്ചറേഷൻ സംഭവിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അക്കൾച്ചറേഷൻ നടക്കുന്നില്ല, അത് മുന്നോട്ട് പോകാൻ വിഷമമായിട്ട് വന്ന സന്ദർഭങ്ങളിൽ വേറെ ചില പ്രോബ്ലങ്ങൾ ഉണ്ടാവും. ദ ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ്, അപ്പോൾ അവിടെയുള്ള ഡുവല്ലേഴ്സിൽ ഒരേ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ള ഒരേ എത്നിസിറ്റി, കൾച്ചർ, റൂട്ട്സ്, ലാംഗ്വേജ്, അങ്ങനെ ഓരോന്നിലുള്ള ആളുകൾ അവരവരുടേതായ ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനും അങ്ങനെ ആ ഗ്രൂപ്പിസം അവിടെ വളർന്നു വരാനും സാധ്യതയുണ്ട്. എല്ലാവരും ഒരേപോലെ കാണാണ്ട് തൻ്റെ ജാതിയിൽപ്പെട്ടവർ, അല്ല തൻ്റെ വർഗത്തിൽപ്പെട്ട, തൻ്റെ കൾച്ചറിൽപ്പെട്ടത്, തൻ്റെ ഭാഷ സംസാരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പുകൾ വന്നാൽ അവിടെ വേറെ രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദ ഡൈവേഴ്സ് ഗ്രൂപ്പ്സ് ഓഫ് അർബൻ dwellers can find it hard to assimilate to each other. Such a scenario leads to mushrooms of ghettos in the common ethnicity in urban centers. Ghettos are areas of habitation for a group of people who share the common ethnicity, culture, roots, language, etc. അപ്പോൾ ഒരു കോമൺ എത്തിനിസിറ്റി, കൾച്ചർ, റൂട്ട്സ്, ലാംഗ്വേജ് ഒക്കെ ഉള്ള ആളുകൾ എല്ലാവരും വെവ്വേറെ ഗ്രൂപ്പുകളായിട്ട് താമസിക്കുന്ന ഒരു സ്വഭാവവിശേഷം ഉണ്ടാവും. അതും അത്ര നല്ലതായിട്ടുള്ള ഒന്നല്ല. ഇനി അർബൻ സ്റ്റഡീസ് ആൻഡ് ചിക്കാഗോ സ്കൂൾ. വീണ്ടും ചിക്കാഗോ സ്കൂളിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. വീണ്ടും അർബൻ സ്റ്റഡീസിൽ ചിക്കാഗോ സ്കൂൾസിൻ്റെ സംഭാവന എന്താണെന്ന് നോക്കാം. ദ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ പ്ലേഡ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അർബൻ സ്റ്റഡീസ് ബിറ്റ്വീൻ 1915 ആൻഡ് 1935. 1915 to 1935 വരെയുള്ള അർബൻ സ്റ്റഡീസിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഈ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ വലിയൊരു പങ്കാണ് വഹിച്ചിട്ടുള്ളത്. സ്കോളേഴ്സ് ഫ്രം ദ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് sociology made an attempt to develop a scientific study of urban centers by developing theoretical models and employing methodologies varying from personal documents to quantitative analysis. അപ്പോൾ പേഴ്സണൽ ഡോക്യുമെൻറ്റിൽ നിന്ന് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് തുടങ്ങി പല രീതിയിലും ഈ അർബൻ ഏരിയയിലെ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാനായിട്ട് ചിക്കാഗോ യൂണിവേഴ്സിറ്റി വളരെ സയൻറ്റിഫിക് സ്റ്റഡി തന്നെ നടത്താനായിട്ട് പല സെൻറ്റേഴ്സും അവർ തുടങ്ങി. ദേ ബിലീവ്ഡ് ദാറ്റ് ഹ്യൂജ് സിറ്റീസ് സച്ച് ആസ് ചിക്കാഗോ ആൻഡ് ന്യൂയോർക്ക് വിത്ത് ദെയർ ഡൈവേഴ്സ് പോപ്പുലേഷൻ, വൈഡ് ഇൻഫ്ലക്സ് ഓഫ് മൈഗ്രൻസ് ആൻഡ് അൺഈക്വൽ distribution of wealth served as an
ആപ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് മോഡേൺ സൊസൈറ്റീസ്. അപ്പോൾ മോഡേൺ സൊസൈറ്റിയുടെ ഒരു ആപ്റ്റ് റെപ്രസെൻറ്റേഷനാണ് ഈ ചിക്കാഗോ ആൻഡ് ന്യൂയോർക്ക് സിറ്റീസൊക്കെ. അവിടെ പല തരത്തിലുള്ള പോപ്പുലേഷൻ ആളുകളുണ്ട്, ഡൈവേഴ്സ് പോപ്പുലേഷൻ, വൈഡ് ഇൻഫ്ലക്സ് ഓഫ് മൈഗ്രൻസ്, അതുപോലെ ആൻഡ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് സെർവ്ഡ് ആസ് എൻ ആപ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് മോഡേൺ സൊസൈറ്റി. മോഡേൺ സൊസൈറ്റിയുടെ നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് ചിക്കാഗോ അതുപോലെ ന്യൂയോർക്ക് സിറ്റീസൊക്കെ നൽകുന്നത്. അപ്പോൾ ദ സ്കൂൾ കണ്ടക്റ്റഡ് സർവേസ് ഓഫ് ചിക്കാഗോ ബൈ മാപ്പിംഗ് ദ ലോക്കൽ ഏരിയ ആൻഡ് സ്പാറ്റിയൽ ഓർഗനൈസേഷൻ ഓഫ് എലിമെൻറ്റ്സ് സച്ച് ആസ് കൾച്ചർ, ഫാമിലി ആൻഡ് ക്രൈം ഇൻ ദ സിറ്റി. അപ്പോൾ ഈ ചിക്കാഗോ സ്കൂള് അർബൻ സ്റ്റഡീസിനെ കുറിച്ചുള്ള ആ ചിക്കാഗോ സ്കൂൾ നടത്തിയ അർബൻ സ്റ്റഡീസ് പല രീതിയിലുള്ള അവിടെയുള്ള ആളുകളുടെ സ്വഭാവ വിശേഷങ്ങളും ഓർഗനൈസേഷൻ ഉൾക്കൊള്ളുന്ന കൾച്ചർ, ഫാമിലി, ക്രൈം ഇൻ ദ സിറ്റി, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് സർവേ നടത്തുകയും പഠനങ്ങൾ നടത്തുകയൊക്കെ ചെയ്ത് ടോപ്പിക്സ് സച്ചാസ്, ഇനി അവരുടെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് സച്ചാസ് സ്ലംസ്, ഈ ചേരി പ്രദേശങ്ങൾ, അതുപോലെ സ്പാറ്റിയൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദ സിറ്റി, പിന്നെ സിറ്റിയുടെ സ്പാറ്റിയൽ അറേഞ്ച്മെൻറ്റ്സ്, അൺഈവൻ ഗ്രോത്ത് പാറ്റേൺസ് ആൻഡ് അക്കൾച്ചറേഷൻ ഓഫ് ദ മൈഗ്രൻസ് കോട്ട് ദ അറ്റൻഷൻ ഓഫ് സ്കോളേഴ്സ്. അപ്പോൾ അവർ പറഞ്ഞ പല കാര്യങ്ങളും സ്കോളേഴ്സിനെ ഈ പുരോഗതി പ്രാപിച്ച അർബൻ ഏരിയയിലുള്ള പല പ്രശ്നങ്ങളും ഈ സ്കോളേഴ്സിനെ കൂടുതൽ ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് അവർക്ക് കൂടുതൽ പ്രോത്സാഹനം കിട്ടി. പോപ്പുലർ സ്റ്റഡീസ് ഇൻക്ലൂഡഡ് ദ നീഗ്രോ ഫാമിലി ഇൻ ചിക്കാഗോ 1932, ടാക്സി ഡാൻസ് ഹാൾ 1932, ദ ഗോൾഡ് കോസ്റ്റ് ആൻഡ് ദ സ്ലം 1929, ഗെറ്റോ 1928. അപ്പോൾ ഈ സ്ഥലങ്ങളിലുള്ള സ്റ്റഡീസൊക്കെ വളരെ നല്ല രീതിയിൽ ചിക്കാഗോ സ്കൂൾസ് കണ്ടക്ട് ചെയ്ത് സ്കോളേഴ്സ് സച്ചാസ് റോബർട്ട് പാർക്ക്, ഫെഡറിക് ത്രഷർ, ലൂയിസ് വിത്ത്, ക്ലിഫോർഡ് എസ് പോൾ, ജി ഗ്രസ്സെ, ഏണസ്റ്റ് ബർജസ്, ഇ ഫ്രാങ്ക്ലിൻ പൈനീർഡ് ദ മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റിൻ്റെയൊക്കെ മുൻപന്തിയിൽ നിന്ന വ്യക്തികളുടെ പേരാണ് ഈ പറഞ്ഞതൊക്കെ. സോ ദ സ്കൂൾ ഫേസ്ഡ് ക്രിറ്റിസിസം ഫോർ റീസൺസ്. അപ്പോൾ എന്ത് കാര്യം തുടങ്ങിയാലും ചെയ്താലും എല്ലായിടത്തും വിമർശനം ഉണ്ടാകുക എന്നുള്ളത് ഒരു സാധാരണ സംഭവമാണ്. അതുപോലെ തന്നെ ഈ ചിക്കാഗോ സ്കൂളിലും അവരുടെ സ്റ്റഡി കാര്യങ്ങളൊക്കെ പ്രദർശിച്ചപ്പോൾ പല രീതിയിലുള്ള ക്രിറ്റിസിസത്തിനെ നേരിടേണ്ടി വന്നെങ്കിലും from domineering the discipline of urban sociology and marginalization of women scholars. അപ്പോൾ അർബൻ സോഷ്യോളജി എല്ലാ ഡിസിപ്ലിൻസിലെ ചില സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ മാർജിനലൈസേഷൻ ഓഫ് വുമൺ സ്കോളേഴ്സ് അവരിൽ നിന്നൊക്കെ ഇവർക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ സ്കൂൾ ടവേഴ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് അർബൻ സ്റ്റഡീസ് നോട്ട് ഓൺലി ഇൻ ദ US ബട്ട് അക്രോസ് ദ ഗ്ലോബ് ഈസ് അൺപാരൽഡ്. പക്ഷെ അവർ നൽകിയ സംഭാവനകൾ മുഴുവൻ ലോകത്തിന് തന്നെ ഒരു നല്ല വെളിച്ചം, ഈ അർബൻ സ്റ്റഡീസിനെ കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാട് നൽകാൻ സഹായപ്രദമായി. ഇനി അർബൻ സ്റ്റഡീസ് ഇൻ ഇന്ത്യ. But the beginning of urban studies in India is connected to the efforts of administrators and town planners in resolving the issues that plagued the cities of British India. ബ്രിട്ടീഷ് ഇന്ത്യയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് അർബനൈസേഷൻ അത്ര കാര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നില്ല. അതുകൊണ്ട് the beginning of urban studies in India is connected to the efforts of administrators and town planners. അന്ന് ആ കാലത്തെ അഡ്മിനിസ്ട്രേറ്റീവും ടൗൺ പ്ലാനേഴ്സും വേണ്ട പോലെയുള്ള ഒരു ശ്രദ്ധയല്ല ഇക്കാര്യത്തിൽ കൊടുത്തിരുന്നത്. വൺ ഓഫ് ദ നോട്ടഡ് ടൗൺ പ്ലാനേഴ്സ് പാട്രിക് ജഡേഴ്സ്. അപ്പോൾ അതിലെ ഏറ്റവും നല്ലൊരു ടൗൺ പ്ലാനറാണ് പാട്രിക് ജഡേഴ്സ്. വാസ് ഇൻവൈറ്റഡ് ടു ഇന്ത്യ. അപ്പം ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷിൽ നിന്ന് ഈ പാട്രിക് ജഡേഴ്സിനെ ഇവിടെ അർബനൈസേഷൻ കൂടുതൽ സ്മൂത്തും നല്ല രീതിയിലും ആക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, അദ്ദേഹം ഈ ഫീൽഡിൽ നല്ല ഒരു പ്ലാനർ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ ഇന്ത്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയുണ്ടായിരുന്നു. വാസ് ഇൻവൈറ്റഡ് ടു ഇന്ത്യ ബൈ ലോർഡ് പെറ്റ്ലാൻഡ്, ദെൻ ഗവർണർ ഓഫ് മദ്രാസ്. ആ മദ്രാസിൽ ആ സമയത്ത് ഗവർണറായിരുന്ന ലോർഡ് പെറ്റ്ലാൻഡ് പാട്രിക് ജഡേഴ്സ് എന്നുള്ള വ്യക്തിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച്.
Since his arrival, you have learned the previous unit as well in 1915 and the 10 years that followed. അദ്ദേഹം 1915 വന്ന് 10 വർഷം ഇവിടെ താമസിക്കുകയും ചെയ്ത് ജഡേഴ്സ് കണ്ടക്ടഡ് എക്സ്റ്റെൻസീവ് സർവേസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യൻ സിറ്റീസിൻ്റെ ആ നിലവാരം ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം വളരെ നന്നായിട്ട് ഈ സമയത്ത് പലതര സർവേകൾ നടത്തി. ഹി സജസ്റ്റഡ് വേസ് ടു മേക്ക് സിറ്റീസ് മോർ എഫിഷ്യൻറ്റ് ഇൻ ഹിസ് ടൗൺ പ്ലാനിങ് റിപ്പോർട്ട്സ്. അദ്ദേഹത്തിൻ്റെ ടൗൺ പ്ലാനിങ് റിപ്പോർട്ട്സിൽ ഇന്ത്യൻ സിറ്റീസിനെ എങ്ങനെ എഫിഷ്യൻറ്റ് സിറ്റീസാക്കി മാറ്റാമെന്നുള്ള നല്ല നിർദ്ദേശങ്ങൾ തൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹം നൽകുകയുണ്ടായി. ജഡേഴ്സ് ക്രിട്ടിസൈസ് ദ അഡ്മിനിസ്ട്രേഷൻ ഫോർ എമംഗ് അതർ തിങ്സ്. ജഡേഴ്സ് ഇവിടെയുള്ള അഡ്മിനിസ്ട്രേഷനും അതുപോലെ മറ്റു കാര്യങ്ങളെയും പല സ്ഥലത്തും വിമർശിക്കേണ്ടായിരുന്നു. ഇറ്റ്സ് കേരള സിറ്റി പ്ലാനിങ്. ഇവിടെ ഇന്ത്യക്ക് ഈ ഗതി വരാൻ കാരണം നമ്മുടെ അർബനൈസേഷൻ അത്ര സ്പീഡപ്പ് ആയിട്ടില്ല, നല്ല രീതിയിലല്ല സിറ്റീസ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ മുഖ്യ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് കേരള സിറ്റി പ്ലാനിങ്, അതുപോലെ പുവർ സാനിറ്റേഷൻ, ഇൻഹ്യൂമൻ സ്ലം ഡിസ്പ്ലേസ്മെൻറ്റ്, ലാക്ക് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷർ ടു control the spread of communicable diseases, inadequate sewage system and failure to preserve people's cultural values. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ടൗൺ പ്ലാനിങ്ങിൽ വന്ന വീഴ്ചകളെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കേണ്ടായി. എന്തൊക്കെയാണ്? അതായത് അഡ്മിനിസ്ട്രേഷൻ്റെ കഴിവില്ലായ്മ, പിന്നെ കേരള സിറ്റി പ്ലാനിങ്, അതുപോലെ പുവർ സാനിറ്റേഷൻ പുവറാണ്, അതുപോലെ ഇൻഹ്യൂമൻസ് സ്ലം ഡിസ്പ്ലേസ്മെൻറ്റ്, ചേരി നിർമ്മാർജ്ജനമൊക്കെ മനുഷ്യത്വരഹിതമായിട്ടുള്ള രീതിയിൽ കൂടി, അതുപോലെ ലാക്ക് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ടു കൺട്രോൾ ദ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ സ്പ്രെഡ് നിയന്ത്രിക്കാനായിട്ട് വേണ്ട മെഷേഴ്സ് സംവിധാനങ്ങൾ ഒരുക്കാത്തത്, അതുപോലെ ഇന്നാഡിക്വേറ്റ് സ്യൂവേജ് സിസ്റ്റം അത്ര നല്ല രീതിയിലും ആവശ്യത്തിനുള്ള രീതിയിലും ഇല്ല. ആൻഡ് ഫെയിലിയർ ടു പ്രിസർവ് പീപ്പിൾസ് കൾച്ചറൽ വാല്യൂസ്. അതുപോലെ തന്നെ മനുഷ്യരുടെ കൾച്ചറൽ വാല്യൂസ് സംരക്ഷിക്കപ്പെടുന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇവിടുത്തെ പ്ലാനിങ് ഇങ്ങനെ മോശമായിട്ട്, നമ്മുടെ സിറ്റീസ് ഇങ്ങനെ മോശമായിട്ട് നിലകൊള്ളുന്നതെന്ന് അദ്ദേഹം തൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കേണ്ടായി. ഹിസ് റെക്കമെൻഡേഷൻസ് ഫോർ അർബൻ ഡെവലപ്മെൻറ്റ് വെർ ബേസ്ഡ് ഓൺ ദ എത്തോസ് ഓഫ് ഫോൾക്ക് പ്ലാനിങ് റാദർ ദാൻ പ്ലേസ് പ്ലാനിങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഫോൾക്ക് പ്ലാനിങ് ആണ് റാദർ ദാൻ പ്ലേസ് പ്ലാനിങ്. പ്ലേസ് പ്ലാനിങ്ങിനേക്കാളും ഫോൾക്ക് പ്ലാനിങ്ങിലാണ് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ദിസ് ഡ്യൂ അറ്റൻഷൻ ടു ദ സോഷ്യോളജിക്കൽ ആൻഡ് ഹ്യൂമൻ ആസ്പെക്ട്സ് ഓഫ് സിറ്റി ഡെവലപ്മെൻറ്റ് ദാറ്റ് കോൾഡ് ഫോർ എ കോംപ്രിഹെൻസീവ് പ്ലാനിങ് സ്ട്രാറ്റജി. അപ്പോൾ ഇതിൽ കൂടി അദ്ദേഹം ഒരു നല്ല കോംപ്രിഹെൻസീവ് പ്ലാനിങ് സ്ട്രാറ്റജിയാണ് മുന്നോട്ട് വെച്ചത്. Patrick's work influenced many scholars to study Indian cities from an academic perspective. So, ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവ് കൂടി ഇന്ത്യൻ സിറ്റീസിനെ കുറിച്ച് പഠിക്കാനായിട്ട് പാട്രിക്കിൻ്റെ വർക്ക് ഇവിടെയുള്ള ആളുകളെ പ്രേരിപ്പിച്ചു. ദ ഇന്ത്യൻ അർബൻ സ്റ്റഡീസ് സോ എ ന്യൂ വേ ഓഫ് റെക്കഗ്നേഷൻ ഇൻ ദ 1950s when scholars such as Gure, K.N. Venkadarya Ayyappa, A.R. Desai, S.S. Jha, K.N. Kapadia and Suberg took interest in the urban problems. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ അർബൻ പ്രോബ്ലംസിൽ കൂടുതൽ താല്പര്യത കാണിച്ചപ്പോൾ ഇന്ത്യൻ അർബൻ സ്റ്റഡീസ് കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. They analyzed the structural changes in Indian societies post-urbanization. Their works covered a wide range of topics including the change in kinship bonds, nuclearization of families, participation of women in the labor market, changing gender roles in marriage, growing inequality in urban centers, the influx of migrant laborers, mushrooms of slums, breakdown of joint families, development and displacement, ghettoization, spatial segregation, population,
population explosion in cities, diffusion of ideologies of individualism, ഡൈനാമിസം ആൻഡ് ലിബറലിസം. അപ്പോൾ ഈ വക കാര്യങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധ, ഈ ടോപ്പിക്സിനൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് അത് നമ്മുടെ അർബനൈസേഷൻ പ്രോസസ്സ് നല്ല രീതിയിൽ, സിറ്റീസ് നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ സഹായപ്രദമായിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ്. മോർ ഓവർ ദ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് such as the publication of census reports and national sample surveys and the establishment of institutes such as the National Urban Observatory gave impetus to Indian urban studies. അപ്പോൾ ഇന്ത്യൻ അർബൻ സ്റ്റഡീസിന് ഹെൽപ്ഫുള്ളായിട്ട് പല പബ്ലിക്കേഷൻസും സെൻസസ് റിപ്പോർട്ട്സ്, നാഷണൽ സാമ്പിൾ സർവേസും ഒക്കെ കണ്ടക്ട് ചെയ്ത് അതുപോലെ അതിനു വേണ്ട പല വഴികളും ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ഒരുക്കുകയും ചെയ്ത്. അപ്പോൾ ഈ നമ്മുടെ സിറ്റി ലൈഫിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അത് വ്യാപകമാക്കാനും സാധ്യമായി. ഇനി സ്കോപ്പ് ഓഫ് അർബൻ സോഷ്യോളജി. അർബനൈസേഷൻ ഈസ് എ ഫിനോമിന വിത്ത് എൻലെസ് പോസിബിലിറ്റീസ്. അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫിനോമിനയാണ്, അതിന് എൻലെസ് പോസിബിലിറ്റീസ് ആണ്, അതിൻ്റെ അവസാനിക്കാത്ത എന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. ദ ഷിഫ്റ്റ് ഇൻ ദ പാരഡൈം ഓഫ് റിലേഷൻഷിപ്പ്, സൊസൈറ്റൽ നോംസ്, വാല്യൂ സിസ്റ്റം, എക്കണോമിക് സ്ട്രക്ചർ, കൾച്ചർ ആൻഡ് ഡെമോഗ്രാഫിക് റൈസ് മേ ക്വസ്റ്റ്യൻസ്. ദർ ആർ ന്യൂമറസ് ആക്ടേഴ്സ് ഇൻ ആൻ അർബൻ സ്പേസ്. ഒരു അർബൻ സ്പേസിൽ ന്യൂമറസ് ആക്ടേഴ്സ് ഉണ്ട്, അതായത് റെസിഡൻസ്, സർവീസ് പ്രൊവൈഡേഴ്സ്, ഇമിഗ്രൻസ്, അഡ്മിനിസ്ട്രേഷൻ എക്സെട്ര. അപ്പോൾ ഇങ്ങനെ അർബൻ സ്പേസിൽ ഒത്തിരി ആക്ടേഴ്സാണ് ഉള്ളത്. ദ അർബൻ സെൻറ്റേഴ്സ് ആർ സൈറ്റ്സ് ഓഫ് ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഓൾ ദ പ്ലേയേഴ്സ്. അപ്പോൾ എന്തോരം ആക്ടേഴ്സ് ഉണ്ട്, അവരുടെ എല്ലാം ഇൻ്ററാക്ഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. ദെയർ പെർസ്പെക്റ്റീവ്സ് ഫോർ ലുക്കിംഗ് അറ്റ് സിറ്റീസ് ക്യാൻ ബി ഡിഫറെൻറ്റ്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് ഫോർ ലുക്കിംഗ് അറ്റ് സിറ്റീസ് ക്യാൻ ബി ഡിഫറെൻറ്റ്, വ്യത്യസ്തങ്ങളാണ്. ദിസ് ക്യാൻ ഓഫൺ ലീഡ് ടു contestation and differences. An urban sociologist analyzes the interaction in the urban sites from different vantage point. To help understand better, the classic pieces of literature and surveys will guide you in learning the major theoretical tradition within the discipline. And for instance, Marxist reading such as Harvey and Castles will inform you of the contestation, segregations and inequalities that exist within urban spaces. അർബൻ സ്പേസസിലെ ഓരോ പ്രോബ്ലംസും പഠിക്കാൻ ഇതുപോലെയുള്ള സർവേസും സ്റ്റഡീസും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ യു മൈറ്റ് റിയലൈസ് ദർ ആർ ഇംപോവറിഷ്ഡ് ഗ്രൂപ്പ്സ് വിത്തിൻ അർബൻ സ്പേസസ് ഹു ആർ ഡിസ്ക്രിമിനേറ്റഡ് അഗൈൻസ്റ്റ്. അതുപോലെ ഡിവിഷൻസ് ബേസ്ഡ് ഓൺ caste, ethnicity, gender and class are prevalent in urban spaces much like rural. ഇനി റൂറൽ ഏരിയയിൽ നിലനിൽക്കുന്നത് പോലെ ഡിവിഷൻസ്, കാസ്റ്റ്, എത്തനിസിറ്റി, ജെൻഡർ, ക്ലാസ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഡിവിഷൻസ് അർബൻ ഏരിയയിലും ഉണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, നിഖിൽ ആനന്ദ് സർവേ ഓഫ് വാട്ടർ സപ്ലൈ ഇൻ ദ സിറ്റി ഓഫ് മുംബൈ ഫ്ലാഗ്സ് ദ discriminatory practices that exist in the distribution of public services by the city water department. അതുപോലെ തന്നെ contradictory to the city's upper class residents, the Muslim settlements in the city has to constantly negotiate and exert pressure on the city municipal council to ensure the availability of tap water. അപ്പോൾ കുറേ പേർക്ക് അപ്പർ ക്ലാസ് റെസിഡൻസിന് നല്ല സൗകര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ താഴ്ന്ന ക്ലാസ്സുകാർക്ക് പല സൗകര്യങ്ങളും നിഷേധിക്കപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുനിസിപ്പൽ കൗൺസിലിൻ്റെ സഹായം തേടുന്ന അവസ്ഥകളും നമ്മൾ കാണാറുണ്ട്. ദ ഔട്ട്കം ഓഫ് സെറ്റിലേഴ്സ് എഫോർട്ട് ടു ആക്സസ് water is contingent on the complex matrix of socio-political relations that they make with the municipal council. This example reinforces the argument given by scholars like Louis Fifth that the city experience can be discriminatory and difficult for certain groups of people. അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും ഒരേപോലെയുള്ള ഒരേ ഏരിയയിൽ എല്ലാവർക്കും അവരുടെ ക്ലാസ്സും ലെവലും സ്റ്റാൻഡേർഡും ഒക്കെ അനുസരിച്ച് അവിടെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ തന്നെ അവിടെയും കുറേ ബുദ്ധിമുട്ടുകൾ താഴ്ന്ന ക്ലാസ്സിൽ പെട്ടവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റേണ്ടതായിട്ടുണ്ട്. ഓൺ ദ അതർ ഹാൻഡ്, ക്ലാസിക്കൽ സ്ട്രക്ചറലിസ്റ്റ് റീഡിംഗ് വിൽ മേക്ക് യു realize that the urban spaces have come to become
functional and useful for the different stakeholders mentioned above. Cities provide many avenues for growth and prosperity for their dwellers. അതൊക്കെ അതിൻ്റെ നല്ല സൈഡ്സ് പറയണം. ഇറ്റ് ഈസ് വൈ പീപ്പിൾ മൂവ് ടു ദ സിറ്റീസ് ടു പെർസ്യൂ എഡ്യൂക്കേഷൻ, seek higher wages, or find job opportunities. In a familiarity with the different tradition within the discipline will enable you to understand the reason behind every act and interaction that takes place in the urban space. As a student of sociology, you are advised to develop a critical mind and go beyond the common sensual readings of such interactions. അപ്പോൾ ഓരോ ഇൻറ്ററാക്ഷൻസിലും വെറുതെ കോമൺ സെൻഷ്യൽ റീഡിങ് അല്ലാണ്ട് അതിനും അപ്പുറം ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ കൂടി വേണം സോഷ്യോളജി സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ വീക്ഷിക്കേണ്ടത്. എല്ലാവർക്കും വേണ്ട പോലെ നല്ല രീതിയിലുമാണ് മുന്നോട്ട് പോകുന്നത്, നേരായ വഴി കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടൊരു ക്രിട്ടിക്കൽ മൈൻഡോടുകൂടി തന്നെ നിങ്ങൾ വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. Any social phenomena should be seen through the lens of structural factors and cultural settings. This particular reading can enable you to see things and reasons that go invisible otherwise. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ വേ ഓഫ് റീഡിങ് അത് നിങ്ങളെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും ശരിയായിട്ടും വളരെ കാഴ്ചപ്പാടിലൂടെ കാണാനായിട്ട് നിങ്ങൾക്ക് സഹായപ്രദമാകും. Though urbanization has been in existence for ages, we are in an era where it is happening at an unprecedented phases. The rate of urbanization can vary across regions. അപ്പോൾ urbanization എന്നും തുടർച്ചയായിട്ട് നടന്നുകൊണ്ട് ഏജസിൽ കൂടെ ഓരോ കാലഘട്ടത്തിലും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ അതിൻ്റെ റേറ്റ് ഡിഫറൻ്റ് ആണ് ഓരോ സ്ഥലത്തും, ഓരോ റീജിയണിലും അതിൻ്റെ റേറ്റ് ഓഫ് urbanization is different. However, it is undeniable that more and more rural areas are headed towards urbanization. എന്നാലും ഇതിലൊരു കാര്യത്തിലും സംശയം നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല. എല്ലാ റൂറൽ ഏരിയയിലും ഈ അർബനൈസേഷൻ സംഭവിക്കും. ഓരോ റൂറൽ ഏരിയയും ക്രമേണ അർബനൈസേഷനിലേക്ക് നടക്കും. ഇന്ത്യ witness an addition of 90 million population in urban areas between 2001 and 2011. 2001 2011 ഇടയ്ക്ക് ഇന്ത്യ ദൃക്സാക്ഷിയായത് ഏതാണ്ട് 90 million പോപ്പുലേഷൻ അർബൻ ഏരിയയിലുള്ളതായിട്ടാണ്. ഷോയിങ് ആൻ അർബൻ ഗ്രോത്ത് റേറ്റ് ഓഫ് എ പോപ്പുലേഷൻ ഓഫ് 31.8%. അർബൻ ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മളത് കാണിക്കുന്നത് 31.8% ആണ്. മോസ്റ്റ് കൺട്രീസ് nowadays are keen to learn more about their cities and identify methods to improve their citizen lives. അപ്പോൾ എല്ലാ രാജ്യങ്ങളും nowadays are keen to learn more about their cities. അവരുടെ സിറ്റീസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും വളരെ ശ്രദ്ധാലുക്കളായിട്ട് തീരുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഐഡൻറ്റിഫൈ മെത്തേഡ്സ് ടു ഇംപ്രൂവ് ദെയർ സിറ്റിസൺസ് ലൈഫ്. അതുപോലെ തന്നെ സിറ്റിയെക്കുറിച്ച് പഠിക്കുക, അതുപോലെ തന്നെ അവരുടെ സിറ്റിസൺസിൻ്റെ ലൈഫ് ജീവിതം പുരോഗമിപ്പിക്കുക, ഇംപ്രൂവ് ചെയ്യുക, അതിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് എല്ലാ രാജ്യക്കാരും തന്നെ ഈ വക കാര്യങ്ങളിൽ തൽപരരാണ്. ദിസ് യൂണിറ്റ് therefore was an attempt to introduce you to the phenomenon of urbanization and various concepts associated with it. അതുകൊണ്ട് തന്നെ ദിസ് യൂണിറ്റ് therefore was an attempt to introduce you to the phenomenon of urbanization and various concepts associated with it. അപ്പോൾ ഈ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അർബനൈസേഷൻ എന്നുള്ള ഫിനോമിനയില വേരിയസ് കൺസെപ്റ്റ്സ് മനസ്സിലാക്കാനായിട്ട് വളരെ സഹായപ്രദമായിട്ടുള്ള ഒരു യൂണിറ്റാണ്. ഇനി ഓരോ യൂണിറ്റിൻ്റെയും താഴെ ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. അതിൻ്റെ ആൻസർ ഈ ഓരോ യൂണിറ്റിൻ്റെയും താഴെ കൊടുത്തിട്ടുണ്ട്, സ്പെസിമെൻ ആൻസേഴ്സ് ടു ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക, ഒന്നോ രണ്ടോ പ്രാവശ്യം ശരിക്കും മനസ്സിലാകുന്നത് വരെ വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ നോക്കുക.
എന്നിട്ട് ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് ആ പഠിച്ച ഭാഗത്ത് നിന്ന് വായിച്ച ഭാഗത്ത് നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ നോക്കുക. എന്നിട്ട് കണ്ടുപിടിച്ച ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് ഇവിടെ നിങ്ങളുടെ ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ആ ആൻസറുമായിട്ട് വായിച്ച് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക. അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോവുക. ഇതൊക്കെ ഈ ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നെ വലിയ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ എസ് എ ടൈപ്പും വരാം. അപ്പോൾ എസ് എ ടൈപ്പ് ആകുമ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ കൂടുതൽ വിപുലീകരിച്ച് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതുക. എപ്പോഴും അർബനൈസേഷൻ്റെ സ്കോപ്പ്, നേച്ചർ ആൻഡ് സ്കോപ്പ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ അക്കൾച്ചറേഷനെ കുറിച്ച് ചോദിക്കാം. പിന്നെ ചലഞ്ചസ് ഇൻ അർബനൈസേഷൻ എന്തൊക്കെയാണ്, അതുപോലെ സ്കോപ്പ് ഓഫ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ, അതൊക്കെ ഷോർട്ട് നോട്ടിൽ വരാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് വായിക്കുക. ഇത് വളരെ നല്ലൊരു യൂണിറ്റാണ്. ഇതിലെ ഫസ്റ്റ് ഈ 3 യൂണിറ്റാണ് ഫസ്റ്റ് ബ്ലോക്കിലുള്ളത്. 3 യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വളരെയേറെ കിട്ടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഓരോ യൂണിറ്റും വളരെ നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റാണ്. അതിൽ നിന്നൊരു എസ്സേയും 1-2 ഷോർട്ട് നോട്ടും കിട്ടാൻ സാധ്യതയുണ്ട്.